നിങ്ങളാരും വിഷമിക്കരുത്. ഞാനിപ്പോൾ ചങ്ങനാശ്ശേരിയിലെ UDO കൺവെൻഷൻ കഴിഞ്ഞാണ് വരുന്നത്. അവിടെ സ്വാഗതം പറഞ്ഞ ആൾ എല്ലാ 40 നേതാക്കൾ വേദിയിലുണ്ടായിരുന്നു. 40 പേർക്കും സ്വാഗതം പറഞ്ഞു, പേരെഴുതുന്നു. അധ്യക്ഷൻ വീണ്ടും ആ 40 പേരുടെ പേര് പറഞ്ഞുകൊണ്ട് അധ്യക്ഷൻ്റെ പ്രസംഗം ആരംഭിക്കാൻ തുടങ്ങിയപ്പോൾ സദസ്സിൽ നിന്ന് വലിയ ബഹളമുണ്ടായി. പ്രവർത്തകർ വല്ലാത്ത പ്രതിഷേധം പ്രകടിപ്പിച്ചു. എന്തായാലും ചേക്കോടൻ അത് കേൾക്കേണ്ടി വന്നില്ല എന്നുള്ളത് ഭാഗ്യമായി. അതുകൊണ്ടാണ് എനിക്കറിയാം ഈ ചൂട് വെയിലത്ത് ഇനിയും ഇത്രയും നേതാക്കന്മാരുടെ പേര് പറയുമ്പോഴുണ്ടാകുന്ന നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഈ നേതാക്കന്മാരെ എല്ലാം പേര് 2-3 വട്ടം ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ നേതാക്കന്മാരുടെ പേരുകളൊന്നും തന്നെ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഐക്യജനാധിപത്യ മുന്നണിയുടെ കുട്ടനാട് നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് ഇവിടെ വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഈ നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീ റെജി ചെറിയാനെ ഓട്ടോറിക്ഷ അടയാളത്തിൽ വോട്ടുകൾ ചെയ്ത് വിജയിപ്പിക്കുന്നതിന് ആവശ്യമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ രൂപം നൽകുന്നതിന് വേണ്ടി വിളിച്ചു ചേർത്തിരിക്കുന്ന ഈ കൺവെൻഷൻ പങ്കെടുക്കുന്ന മുഴുവൻ ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകരെയും ഞാൻ അഭിവാദ്യം ചെയ്യാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പീഡനങ്ങൾ ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങേണ്ടി വന്നവരാണ് കുട്ടനാട്ടിലെ കർഷക ജനതയും കുട്ടനാട്ടിലെ സാധാരണ ജനങ്ങളും. 10 വർഷക്കാലത്തെ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണം, ആ ഭരണത്തിന് കീഴിൽ ഈ കുട്ടനാട് അനുഭവിച്ച യാതനകളും വേദനകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഞാൻ നിങ്ങളുടെ മുന്നിൽ നിരത്തി വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടുത്തെ കർഷകർ അവർ അനുഭവിക്കേണ്ടി വന്ന വേദന, അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിക്കാതിരിക്കുക, നെല്ല് സംഭരിക്കാതിരിക്കുക, സംഭരിച്ച നെല്ലിന്റെ വില കൊടുക്കാതിരിക്കുക, പമ്പിംഗ് സബ്സിഡി നൽകാതിരിക്കുക, മോണിസ്റ്റർ എന്ന് പറഞ്ഞ കിഴിവുകൾ ഇവിടെ മില്ലുടമകൾ കൊള്ളയടിച്ചപ്പോൾ, ഇപ്പോഴും കൊള്ളയടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ഒരു വിരൽ പോലും, ചെറുവിരൽ പോലും അനക്കാത്ത ഗവൺമെന്റ്, നിരവധിയായ പാടശേഖരങ്ങളുടെ മടവീഴ്ച ഉണ്ടായപ്പോൾ ലക്ഷക്കണക്കിന് കർഷകർക്ക് അതിന്റെ ആ നഷ്ടം നികത്തി കൊടുക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറായില്ല. ഇന്നും പാടശേഖരങ്ങളുടെ മടകുത്തിയതിന്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ കർഷകർ ലഭിക്കാനുണ്ട്. സംഭരിച്ച നെല്ലിന്റെ വില ഇപ്പോഴും ലഭിക്കാതെ കർഷകർ പാഡി റെസിപ്റ്റ് സീറ്റുമായി ബാങ്കുകളിൽ കയറി ഇറങ്ങി നടക്കുകയാണ്. ഞാൻ വിശദാംശമില്ല. വേലിയേറ്റമുണ്ടായാൽ കൃഷി നശിക്കുന്നു, ഉപ്പുവെള്ളം കയറുന്നു. മഴ പെയ്തില്ലെങ്കിലും വേലിയേറ്റം മൂലം ഇവിടെ വെള്ളപ്പൊക്കമുണ്ടാകും. എത്രയെത്ര ദുരന്തങ്ങളാണ് ഈ മണ്ണിൽ ഉണ്ടായത്. അപ്പോൾ 10 വർഷക്കാലം ഈ സർക്കാർ ഉറക്കം നടിക്കുകയായിരുന്നു. എന്തെല്ലാം പ്രക്ഷോഭങ്ങളാണ് ഇവിടെ ഉണ്ടായത്. കൃഷിക്കാരുടെ വിവിധങ്ങളായ സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ, കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നണിയുടെ നിരവധിയായ പ്രക്ഷോഭങ്ങൾ ഇവിടെ നടക്കുകയുണ്ടായി. പക്ഷേ അതിനൊന്നും പരിഹാരമുണ്ടാക്കാൻ, കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ, കുട്ടനാട്ടിലെ കർഷകരുടെ കണ്ണീരൊപ്പാൻ, അവരുൽപ്പാദിപ്പിക്കുന്ന നെല്ലിന്റെ ന്യായവില അവരുടെ കൈകളിൽ എത്തിക്കുവാനുള്ള ഒരു നടപടിയും സ്വീകരിക്കാതെ നെല്ല് അത് കൊയ്ത് വരമ്പത്തും പാടത്തും ഇട്ട ദിവസങ്ങളോളം കാത്തിരുന്ന കുട്ടനാട്ടിലെ കർഷകർ, നിങ്ങൾ തീർച്ചയായും ഈ ഗവൺമെന്റിന്റെ നിഷേധാത്മകമായ സമീപനത്തിന് എന്തുമാത്രം വില കൊടുക്കേണ്ടി വന്നവരാണത്. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റിനെ പാഠം പഠിപ്പിക്കുവാനുള്ള അവസരമാണ് കുട്ടനാട്ടിലെ ഓരോ കൃഷിക്കാരനും കുട്ടനാട്ടിലെ ഓരോ ജനതയ്ക്കും ലഭിച്ചിരിക്കുന്നത് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനം. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അനുകൂലമായി കൈപൊക്കുന്ന ഒരു MLA ഇവിടുന്ന് ജയിക്കണം. എങ്കിൽ മാത്രമേ കുട്ടനാടിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുകയുള്ളൂ. പാർലമെന്റ് അംഗം ജയിച്ചത് കൊണ്ട് അല്ലെങ്കിൽ പാർലമെന്റ് അംഗത്തിന് ഇടപെടാവുന്ന കാര്യങ്ങൾ പരിമിതമാണ്. കാരണം ഈ പാർലമെന്റ് അംഗം നിങ്ങൾ ചോദിക്കും 4 വട്ടം അല്ലെങ്കിൽ എംപിക്ക് എന്ത് ചെയ്തുകൂടായത്, എന്തുകൊണ്ട് ചെയ്തുകൂടായത്. പക്ഷെ എല്ലാ MPമാർക്ക് പരിമിതി. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെന്റാണ്. നമുക്കറിയാം ജൽ ജീവൻ മിഷൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ്. ആ ജൽ ജീവൻ പദ്ധതിയിലൂടെ ഈ രാജ്യത്തെ എല്ലാവർക്കും പൈപ്പിൽ വെള്ളം കൊടുക്കുവാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച ജൽ ജീവൻ മിഷൻ, ആ ജൽ ജീവൻ മിഷൻ കേരളത്തിൽ സമ്പൂർണമായ പരാജയമാണ്. കുട്ടനാട്ടിലും ആ ജൽ ജീവൻ മിഷൻ പദ്ധതി ഫലപ്രദമായി നടപ്പാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ജൽ ജീവൻ മിഷന്റെ
കോടിക്കണക്കിന് രൂപ നമ്മുടെ സംസ്ഥാനത്ത് ലഭിച്ചപ്പോൾ അത് കേന്ദ്ര സർക്കാരിന്റെ വിഹിതവും സംസ്ഥാന സർക്കാരിന്റെ വിഹിതവും അതുപോലെ തന്നെ ഗുണഭോക്താവിന്റെ വിഹിതവും ഒരുമിപ്പിച്ചുകൊണ്ട് കുട്ടനാടടക്കമുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. അതിന് ചുമതലപ്പെട്ടത് വാട്ടർ അതോറിറ്റിയാണ്. ആ വാട്ടർ അതോറിറ്റി എന്ന് പറയുന്നത് ജലവിഭവ വകുപ്പിന്റെ കീഴിൽ വരുന്നതാണ്. അത് ഭരിക്കുന്നത് ഈ പ്രാവശ്യം കേരള കോൺഗ്രസിന്റെ മാണി ഗ്രൂപ്പിന്റെ മന്ത്രി റോഷി അഗസ്റ്റിനാണ്. കഴിഞ്ഞ പ്രാവശ്യം മറ്റൊരു മന്ത്രിയായി. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾക്ക് എംപിമാർക്ക് കേന്ദ്രത്തിന്റെ ഫണ്ട് ലഭിക്കുന്നില്ലെങ്കിൽ അനുവദിക്കുന്നെങ്കിൽ അവിടെ സമ്മർദ്ദം ചെലുത്തി ആ ഫണ്ട് അനുവദിപ്പിച്ചു കൊടുക്കാൻ കഴിയും. ആ അനുവദിക്കുന്ന ഫണ്ട് വിനിയോഗിക്കേണ്ടത് എംപിമാരല്ല, അത് വിനിയോഗിക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. അത് വിനിയോഗിക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. എംപിയെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇത് കേന്ദ്ര ഗവൺമെന്റ് എഞ്ചിനീയർമാരില്ല, കേന്ദ്ര ഗവൺമെന്റിന് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ കുഴി ഒഴിക്കാനുള്ള ജോലിക്കാരില്ല. ഇത് സംസ്ഥാന ഗവൺമെന്റ് ഏൽപ്പിക്കുകയും സംസ്ഥാന ഗവൺമെന്റ് അതിന് ഫണ്ട് കൊടുക്കുകയും ചെയ്യുമ്പോൾ ആ ബന്ധപ്പെട്ട വകുപ്പാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോ കുട്ടനാട്ടിലെ എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ജൽജീവൻ മിഷൻ പദ്ധതി ഇപ്പോഴും ലക്ഷ്യം കാണാതെ മന്ദഗതിയിൽ ഒച്ചിന്റെ വേഗതയിൽ ഇഴഞ്ഞു നീങ്ങുന്നതിന് കാരണം മറ്റാരുമല്ല, ഈ ഗവൺമെന്റ് തന്നെയാണ് എന്ന് പറയുവാൻ ഞാൻ വിനിയോഗിക്കുകയാണ്. അങ്ങനെ ഓരോ അടിസ്ഥാന സൗകര്യ വികസനം, അടിസ്ഥാന വികസന കാര്യങ്ങളിൽ പാലങ്ങൾ, റോഡുകൾ, അതുപോലെ പഴയ പാലങ്ങൾ, പഴയ റോഡുകൾ, അല്ലെങ്കിൽ പോളകൾ നിറഞ്ഞു കിടക്കുന്ന കുട്ടനാടിന്റെ വിവിധ നദികൾ, തോടുകൾ, ഇതെല്ലാം ശുദ്ധീകരിക്കേണ്ടത്, ഇതെല്ലാം നവീകരിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റാണ്. അതിന് എത്ര കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് സഹായം വേണം, അത് കേന്ദ്രത്തോട് ആവശ്യപ്പെടാം. അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ അത് എംപിക്ക് ഇടപെടാം, അവിടെ ആവശ്യപ്പെടാം, പാർലമെന്റിൽ ആവശ്യപ്പെടാം, ആ ഗവൺമെന്റ് ആ മന്ത്രാലയത്തിനോട് ആവശ്യപ്പെടാം, ആ ഫണ്ട് സാങ്ഷൻ ചെയ്തു കൊടുക്കാം. പക്ഷേ ഇതിനാവശ്യമായ പ്രോജക്റ്റ് ഉണ്ടാക്കി ഈ പോള നീക്കുന്നതിന്, ഇവിടുത്തെ ഈ കണ്ടാമിനേറ്റഡ് അതായത് മാലിന്യ ജലം അത് ഇല്ലാതാക്കുന്നതിന്, ക്യാൻസർ രോഗങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ, പൊളിഞ്ഞ പാലങ്ങൾ, അതുപോലെ പുതിയ പാലങ്ങൾ, പുതിയ റോഡുകൾ, പുതിയ വഴികൾ, ഇതൊക്കെ നിർമ്മിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റും സംസ്ഥാന പഞ്ചായത്തും അല്ലെങ്കിൽ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റും മറ്റുള്ള ബന്ധപ്പെട്ടവരുമാണ്. അവിടെ ഈ എംപിക്ക് റോളില്ല. എംപിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് അങ്ങനെ ആക്ഷേപങ്ങൾ വന്നേക്കാം. എംപിമാർക്ക് ചെയ്യാൻ പറ്റുന്നത് കേന്ദ്രത്തിൽ നിന്ന് ഏതെങ്കിലും കാരണവശാൽ ഫണ്ട് അനുവദിക്കാൻ കാലതാമസം വന്നാൽ ആ ഫണ്ട് അവിടെ ഇടപെട്ട് അത് എത്രയും പെട്ടെന്ന് സംസ്ഥാനത്തിന് അനുവദിച്ചു കൊടുക്കാൻ മാത്രമേ എംപിമാർ കഴിയൂ. അത്